Gallery Focus. This program is sponsored by Happy Land Amusement Park, Thiruvananthapuram. Powered by Fathima's Hypermarket, Supermarket, Department Stores. In association with Avatar Golden Diamonds. പരിശുദ്ധം നിങ്ങളുടെ സ്നേഹം പോലെ. Al Shifa Al Khaliji Medical Center, Clock Tower, Dera, Dubai. സ്വാദേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. പെരിയാർ റൈസ് പാരമ്പര്യത്തിന്റെ തനതായ രുചി. Dr. Sunny Healthcare Group, Sharjah, UAE. Panur Restaurant, Ajman, Qusais, Al Nada, Sharjah. ഫോക്കസിന്റെ പുതുമയാർന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഹാപ്പി ലാൻഡിലെ കിഡ്സ് വേൾഡിലാണ് നിൽക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ളൊരു റൈഡാണ്. സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ അതിൻ്റെ ഒരു സ്ലൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. ശരിക്കും ഇവിടെ ഇരിക്കാൻ അലൗഡല്ല. ഞാൻ കുട്ടി അല്ലാത്തത് കൊണ്ട് ഇച്ചിരി മുതിർന്നതായതുകൊണ്ടും മാത്രമാണ് ഞാൻ ഇവിടെ ഇത്തിരി ഇങ്ങനെ ഇരിക്കുന്നത്. സേഫായിട്ട് അവർ ഇരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ കുട്ടികളൊന്നും ഈ റെയിൽസിലൊന്നും ഇരിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ചെറിയ സ്ലൈഡ് ചെയ്യുന്ന റോസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കർവി ആയിട്ടുള്ളൊരു എഡ്ജ് കൂടെ അവർക്ക് ഇങ്ങനെ അകത്തൂടെ സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ കുറേ ആക്ടിവിറ്റീസ് ഉള്ളൊരു കിഡ്സ് വേൾഡിലൊരു ഹട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ സെഗ്മെൻറ്റിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ശരവണ മിക്സ് സ്പെഷ്യൽ. ശരവണ മിക്സ് സ്പെഷ്യലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇവിടെ കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഹലോ, ഹായ്. പേരെന്താണ്? പേര് ഷോണി. ഷോണി. നാട്ടിലെവിടെയാ? നാട്ടില് തൃശ്ശൂര്. ഇപ്പം എത്ര വർഷമായി? ഇവിടെ 12. വൈഫല്ലേ? മീര. കുഞ്ഞിൻ്റെ പേരെന്താ? അന്ന മേരി. ഹലോ, ഹായ്. ഓക്കെ, പേര് അഖിൽ. നാട്ടിൽ ഹരിപ്പാട്, ആലപ്പുഴ ഡിസ്ട്രിക്ട്. ആലപ്പുഴ. ഓക്കെ, എത്ര വർഷമായി ഇപ്പോൾ? 4 വർഷം കംപ്ലീറ്റ് ആയി. പേരെന്താ? വിനീത. കുഞ്ഞിൻ്റെ പേരെന്താ? ാണല്ലോ. ആരാണ് ഇതിനകത്ത് ഒരു പാട്ട് പാടി തരുന്നത്? നല്ലൊരു പടം പാടും. ഓക്കെ. മുസ്കുരാനെ की वजह तुम हो, गुनगुनाने की वजह तुम हो, जिया जाए ना मोरे पिया रे, मोरे लम्हे तू कहीं मत जा, हो सके तो ഉംർ ഭർ ധം ജാ. സൂപ്പർ, നന്നായിട്ട്. ഇവിടെ എല്ലാവരും ഒന്ന് കൈയടിച്ചു, ഇത്രയും പേര് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫണ്ണി ആയിട്ടുള്ള ആൻസറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: തല കുത്തി നിൽക്കുമ്പോൾ വലുതാകുന്നത് എന്താണ്? തല കുത്തി നിൽക്കുമ്പോൾ വലുതാവണത് എന്താണ്? ഒരു ഐഡിയ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ. ഒറ്റക്കെട്ടാണ്, രണ്ടാക്കുന്നില്ല. അപ്പൊ എന്താണ് ആൻസർ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? തല കുത്തി 6. യെസ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് 6. പേരെന്താണ് പറഞ്ഞത്? ഓക്കെ, സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. അടുത്തതായി ഞാൻ തരുന്നത് ഒരു ടങ് ട്വിസ്റ്റർ ആണ്. ഓക്കെ, കേട്ടിട്ടുണ്ടോ? നാക്കുളുക്കി. തച്ചൻ തച്ച തച്ചെത്തി ഒരു തടിച്ച് തച്ചെത്തി. എന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? തച്ചൻ തച്ച തച്ചെത്തി ഒരു തടിച്ച് തച്ചെത്തി. സ്പീഡിൽ പറയണം, നിർത്താതെ പറയണം. പറ്റണം. ഒന്നുകൂടി പറഞ്ഞുതരാം. തച്ചൻ തച്ച തച്ചെത്തി ഒരു തടിച്ച് തച്ചെത്തി. പറയാൻ പറ്റില്ല എനിക്ക്. തച്ചൻ തച്ച തച്ചെത്തി ഒരു തടിച്ച് തച്ചെത്തി. സ്പീഡിൽ പറയണം, നിർത്താതെ പറയണം, അക്ഷരസ്ഫുടതയോടുകൂടി പറയണം. തച്ചൻ തച്ച തച്ചെത്തി ഒരു തടിച്ച് തച്ചെത്തി. തച്ചൻ തച്ച തച്ചെത്തി ഒരു തടിച്ച് തച്ചെത്തി. തച്ചൻ തച്ച തച്ചെത്തി ഒരു തടിച്ച് തച്ചെത്തി. തച്ചൻ തച്ച തത്തിച്ചി ഒരു തടിച്ച് തത്തച്ചി. 2 പ്രാവശ്യം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യും. തച്ചൻ തച്ച തച്ചെത്തി ഒരു തടിച്ച് തച്ചെത്തി. 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 തച്ചൻ തച്ച തച്ചെത്തി ഒരു തടിച്ച് തച്ചി.
കറക്റ്റ് എങ്ങനെ 5 പ്രാവശ്യം പറയാം. കറക്റ്റ് എങ്ങനെ തച്ചൻ തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തത്തച്ചി തത്തൻ തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ തച്ച തത്തച്ചി ഒരു തടിച്ചി ഒട്ടും കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ ശരവണ ദോശമാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്ഥിരം മേടിക്കുന്നതാണോ? ഓക്കെ, ശരവണ ഫുഡ് ഫാക്ടറീസിൽ നിന്നും വളരെയധികം ഗുണമേന്മയേറിയതും രുചിയേറിയതുമായ ദോശ ഇഡ്ഡലി മിക്സാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. അതുപോലെ പാട്ടുപാടിയ ആൾക്കും. അപ്പോൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശരവണ. ഓക്കെ, അതുകൂടാതെ വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് എൻട്രി ടിക്കറ്റ്. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ അടിച്ചു പൊളിക്കുക. ഓക്കെ, സന്തോഷമായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സോ താങ്ക് യു. ശരവണ മിക്സ് സ്പെഷ്യലിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാം. എപ്പോഴും നമ്മൾ ആരോഗ്യമായിട്ടായിട്ട് ഇരുന്നാലേ നമ്മളും ഹാപ്പി ആവുള്ളൂ, നമ്മുടെ ചുറ്റിനുമുള്ളവരും ഹാപ്പി ആവത്തുള്ളൂ. അപ്പം ആരോഗ്യത്തിന്, ഹെൽത്തിന് നമ്മൾ മുൻഗണന കൊടുത്തേ പറ്റുള്ളൂ. അപ്പം അടുത്തതായി നമുക്ക് പോകാം ഹെൽത്ത് പ്ലസ്. അൽഷിഫ അൽഖലീജി മെഡിക്കൽ സെൻറ്റർ ഹെൽത്ത് പ്ലസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മുഖസൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമാണ് മനോഹരമായ പുഞ്ചിരി. ഇതിന് ആരോഗ്യവും സൗന്ദര്യമുള്ള പല്ലുകൾ അത്യന്താപേക്ഷിതമാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ദന്തസംരക്ഷണം നമുക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ദന്തസംരക്ഷണമാണ് ഇന്നത്തെ ഹെൽത്ത് പ്ലസിലെ വിഷയം. ഈ വിഷയം നമ്മളോട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമുക്കിന്ന് അദ്ദേഹത്തിരിക്കുന്നു അൽഷിഫ അൽഖലീജി മെഡിക്കൽ സെൻറ്ററിലെ പ്രശസ്ത ഡെൻ്റൽ സർജനായ ഡോക്ടർ തസ്നീം ഇജാസ്. ഡോക്ടറെ ഹെൽത്ത് പ്ലസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, സാധാരണ ഈ ദന്ത സംരക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദന്ത സംരക്ഷണം കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അത് കുട്ടിക്കാലം മുതലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു ശീലമാണ്. ഇന്ന് നമ്മളിവിടെ വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ കെയർ ടുവേർഡ്സ് ഓറൽ ഹൈജീൻ. അപ്പോൾ ഒരു കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ബ്രഷിങ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ബ്രഷ് ചെയ്യണം. ദാറ്റ് ഇസ് 1 in the morning ആൻഡ് രാത്രി കിടക്കുന്നതിന് മുന്നേ. ദി ഇമ്പോർട്ടൻസ് ഓഫ് ബ്രഷിങ് ഇൻ ദ നൈറ്റ് ഇസ് ടു അവോയ്ഡ് ഷുഗർ കണ്ടൻറ്റ് ഇൻ ദ മൗത്ത്. അപ്പോൾ ഒരുപാട് നേരം ഷുഗർ ഇരിക്കുമ്പോൾ അവിടെ കേരീസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വരുന്നത്. പിന്നെ കേട് വരാനുള്ള മറ്റു സാധ്യതകൾ എങ്ങനെയെന്ന് പറയുന്നത് വെച്ചാൽ ഒരു ടൂത്തിൻ്റെ മോർഫോളജി എന്ന് പറയും. ചില ആൾക്കാരുടെ പല്ലിൻ്റെ ഷേപ്പ് വിൽ ഹാവ് ഒരു ടെൻഡൻസി കൂടുതലുണ്ടാവും കേട് വരാനുള്ളത്. അപ്പോൾ അവർ പേടിക്കേണ്ട ഒരു കാര്യമല്ല, അവർ കൂടുതൽ ശ്രദ്ധിക്കണം. ബ്രഷ് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒരു രീതിയിലല്ല ബ്രഷ് ചെയ്യേണ്ടത്. അവരെ ചിലവർക്ക് കൂടുതൽ ഫുഡ് ഇരിക്കും, അപ്പോൾ അവർ ബ്രഷ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. പക്ഷെ ഫോഴ്സ്ഫുള്ളായിട്ട് ഒരിക്കലും ബ്രഷ് ചെയ്യരുത്. ഇറ്റ് വിൽ നോട്ട് ഗിവ് എനി കൈൻഡ് ഓഫ് റിസൾട്ട് അതർ ദെൻ വെയർ ആൻഡ് ടെയർ. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുമോ എബ്രേസീവ് മെറ്റീരിയൽ ഉപയോഗിച്ച് ബ്രഷ് ചെയ്താൽ പല്ല് വൃത്തിയാവില്ല, നേരെ മറിച്ച് പല്ലിൻ്റെ തേയ്മാനം കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും ബ്രഷ് മൈൽഡായിട്ട് ബ്രഷ് ചെയ്യണം, നോട്ട് വിത്ത് ഫോഴ്സ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായത് നമ്മൾ ഷുഗറി ഫുഡ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇത് അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ ടെൻഡൻസി ടുവേർഡ്സ് കേരീസ് ഇസ് മച്ച് മോർ. അപ്പോൾ ഈ ചില ആൾക്കാർക്ക് ടെൻഡൻസി കൂടുതലുള്ളവർ ഇങ്ങനത്തെ ഫുഡ് തീർച്ചയായിട്ടും കുറയ്ക്കണം. അപ്പോൾ ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വി ഷുഡ് മേക്ക് എവറി എഫേർട്ട് ടു വാഷ് അവർ മൗത്ത് ഇൻ ദ least possible time so that we reduce the amount the food remains in the mouth and the bacteria acts on it. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനമായ കാര്യം. നമ്മളൊരു ഹാൻഡ് വാഷിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയെന്ന് വെച്ചാൽ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വായ കഴുകാൻ. നമ്മൾ പലരും ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ബിക്കോസ് വി ആർ ആ ഒരു കൺവീനിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രോസസ്ഡ് ഫുഡ്, ലഞ്ച് പാക്സ് ഓഫീസിലിരുന്ന് കഴിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വി ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. പക്ഷെ നമ്മളത് വി ഷുഡ് ട്രൈ ടു വാഷ് അവർ മൗത്ത് വെൻ എവർ പോസിബിൾ ബിക്കോസ് ഇറ്റ് ഡെഫിനറ്റ്ലി വിൽ റെഡ്യൂസ് യുവർ ടെൻഡൻസി ടുവേർഡ്സ് കേരീസ്. മറ്റു കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ വെൻ എവർ പോസിബിൾ നമ്മൾ വൺസ് എ ഡേ ഒരു മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ചിലവർക്ക് വെറും ബ്രഷിങ് കൊണ്ട് മാത്രം അവിടുത്തെ ഓറൽ ഹൈജീൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ യൂസ് എ മൗത്ത് വാഷ്. പിന്നെ അതേമാതിരി ചിലവർക്ക് ഫുഡ് കൂടുതലിരിക്കാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ദേ ഹാവ് പോക്കറ്റ്സ്
ബിറ്റ്വീൻ ദിയർ ടൂത്ത്, അതായത് രണ്ട് പല്ലിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാകുമ്പോൾ അവിടെ ഭക്ഷണ സാധനങ്ങൾ തടഞ്ഞിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഡെൻറ്റൽ ഫ്ലോസോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇതിനൊക്കെ പുറമെ വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് ദറ്റ് ഒരു ഡെൻറ്റിസ്റ്റിനെ നമ്മൾ കാണുന്നത് ഒരു അസുഖം വന്നിട്ടല്ല, ഒരു പല്ലുവേദന വന്നിട്ടല്ല നമ്മൾ കാണേണ്ടത്. വി ഷുഡ് ഓൾവേസ് സീ എ ഡെൻറ്റിസ്റ്റ് ടു പ്രിവെൻറ്റ് സച്ച് പ്രോബ്ലംസ്. സോ ഒരു 6 monthsലൊരിക്കൽ നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഇരുന്ന് ചെക്ക് ചെയ്ത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളില്ല എന്നറിയുന്നതാണ് എപ്പോഴും ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. ആൻഡ് ഒരു ഗുഡ് ഓറൽ ഹൈജീൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ഓൺലി പ്രൊട്ടക്റ്റിംഗ് അവർ സെൽഫ് ബട്ട് ദ നെക്സ്റ്റ് ജനറേഷൻ. So it is a good habit rather than a habit. It is an important culture that we give to the next generation. Supermarket, department stores. Shop a while, share a smile. Jingo, 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 you look happy landani. Adam, chodam, odam, vada, happy landani. Kuchalatti kulikkan vada, unjaladi parakam. Karil cheeri payam, nammude happy land palikam. Endam happy land. Happy Land Amusement Park, Thiruvananthapuram. Al Shifa Al Khaliji Medical Center, Clock Tower, Dera, Dubai. Our departments: General Medicine, Internal Medicine, Gynecology, Orthopedics, Dental and Pediatrics. Al Shifa Al Khaliji Medical Center. Call 0429 40786. Our website www.alshifaalkhaliji.com. 10 മണിക്കൂർ. ഇനി 8 മണിക്കൂർ. കാത്തിരിപ്പിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? ശരവണ പൊട്ടിക്ക ഒഴിക്ക. സ്വാദേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. Quality without compromise. Dr. Sunny Healthcare Group, Sharjah, UAE. Departments: Pediatrics, Cardiology, Neurology, Internal Medicine, Gynecology, ENT, Orthopedics and Dermatology. Dr. Sunny Healthcare Group, Sharjah, UAE. Our branches: Shaba, Rola, Al Nada, Al Majaz and Buhaira. ബ്യൂട്ടി എന്ന് പറയുന്നത് ഗോഡ് തരുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മളതിനെ സംരക്ഷിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തൊക്കെയായാലും നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം. ബ്യൂട്ടി ടിപ്സ്. സ്കൈമൂൺ ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഒരു സ്ത്രീയുടെ സൗന്ദര്യം നിർണ്ണയിക്കുന്നതിൽ മുടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫോക്കസിൻ്റെ എൻചാനിങ് സെഗ്മെൻറ്റായ ബ്യൂട്ടി ടിപ്സിൽ ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഹെയർ കട്ടാണ്. ഫോക്കസിൻ്റെ ബ്യൂട്ടി ടിപ്സ് സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കരാമയിലെ സ്കൈമൂൺ ബ്യൂട്ടി പാർലറിൻ്റെ മാനേജിംഗ് ഡയറക്ടറും പ്രശസ്ത ബ്യൂട്ടി കൺസൾട്ടൻറ്റുമായ മിസ്സസ് ശാന്തി രുപ്പുവാണ്. മാമിനെ ഞാൻ ഷോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഹായ് മാം. ഇന്ന് എന്താണ് ഹെയർ കട്ടല്ലേ? അതെ, ഹെയർ കട്ടാണ്. എന്ത് ഹെയർ കട്ടാണ്? ഇന്ന് ലെയർ കട്ടിംഗ്. ലെയർ കട്ട്. ഓക്കെ. ഒരുപാട് ഹെയർ കട്ട്സ് ഉണ്ട് ഇവിടെ ഇല്ലേ? കൂടുതൽ കോമൺ ആയിട്ട് പോകുന്നത് സ്റ്റെപ്പ് കട്ടിംഗ് ആൻഡ് ലെയർ കട്ടാണ്. ഓക്കെ. അപ്പോൾ ആയിട്ടുള്ള മുടിക്കാണ് നമ്മൾ ഇവിടെ ലെയർ കട്ടിംഗ്. അപ്പോൾ എന്നെ പോലുള്ള ഹെയർ ആണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ. അപ്പോൾ എന്നിൽ തന്നെ പരീക്ഷിച്ചാലോ? ഓക്കെ. റോഷിനിക്ക് നല്ല തിക്ക് മുടിയുണ്ട്. താങ്ക് യു. അപ്പോൾ മറ്റൊരു റോഷിനിയായിട്ട് വരാം. ഓക്കെ. ലെറ്റ്സ് സീ. ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ലെയർ കട്ടാണ്. ഇപ്പോൾ ആൾറെഡി ഞാൻ എല്ലാം പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്, കണ്ടീഷണർ ഇട്ടിട്ട് നന്നായിട്ട് സെക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തുടങ്ങാൻ പോകും. ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ ഡൗണിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയർ ഫിനിഷായി. ഇപ്പോൾ സെക്കൻഡിലോട്ട് പോകും. അങ്ങനെ സെക്ഷൻ വൈസ് എടുത്താലേ ആ ഹെയർ കട്ടിങ്ങിന് നല്ല ഫിനിഷിങ് കിട്ടും. അതുകൊണ്ടാണ് സെക്ഷൻ എടുത്തിട്ട് ഹെയർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് ലെയർ ഫിനിഷായി. എപ്പോഴും ശ്രദ്ധിക്കണം, ഇന്ത്യൻസ് ആണെങ്കിൽ എല്ലാവരും ഒത്തിരി എണ്ണ പുരട്ടും. അപ്പോൾ അത് ആക്ച്വലി മുടിക്ക് നല്ലതല്ല. റൂട്ട്സിനാണെങ്കിൽ ഓക്കെ, സ്കാൽപ്പിന് ഓയിൽ നല്ലതാണ്. പക്ഷേ ഈ എയറിൽ പുരട്ടിയ ഹെയർ 100% ഡ്രൈ ആവും. അതുകൊണ്ട് അത്ര എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. ആസ് പോസിബിൾ എല്ലാവരും കണ്ടീഷണർ യൂസ് ചെയ്താലേ ഒരു നല്ല മുടി നല്ല ഒരു ഷൈനിങ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് കിടക്കും. ഇല്ലാണെങ്കിൽ
ഒത്തിരി ഡ്രൈ ആയി പോകും മുടി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകാനുണ്ട് ലേയേഴ്സ്. ഇപ്പോൾ ഡൗണിൽ നല്ല സ്റ്റെപ്പ് കിട്ടാനുണ്ട്. പിന്നെ ഞാൻ ഫ്രണ്ടിൽ എടുത്തിട്ടാണ് ഞാൻ ലെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബാക്കിൽ ഒരു നല്ല വോളിയമായിട്ട് നല്ല സ്റ്റെപ്പായിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ബാക്കിലത്തെ ലെയർ ഇപ്പോൾ ഫിനിഷായി. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലെ ലെയേഴ്സ് കട്ടിങ് വേണം. അതുകൊണ്ട് ഞാൻ ഫേസിനനുസരിച്ച് ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലെ ലെയേഴ്സ് ചെയ്യാം. ഇപ്പോൾ റോഷിനിക്കാണെങ്കിൽ ഇപ്പോൾ ഫോർഹെഡ് ചെറുതാണ്. സോ അതുകൊണ്ട് എനിക്ക് ഷോർട്ട് ആക്കണ്ട, ലെങ്ത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ലെയർ ആക്കാൻ പോകുന്നത്. അതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ വെട്ടാം. ഫ്രണ്ടിലെ ഇത് ഞാൻ ഇപ്പോൾ ശരിയാക്കി. ഈ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഡൗണിലോട്ട് വരുന്നത്. അപ്പോൾ ലെയേഴ്സ് ചെയ്യുന്ന സമയത്തിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യണം. അപ്പോഴാണ് ആ ഷേപ്പ് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ലെയേഴ്സ് ചെയ്തു. ഇപ്പോൾ ഞാൻ സൈഡിലോട്ട് ചെയ്യണം. അപ്പോഴാണ് ക്ലിയർ ആയിട്ട് ലെയേഴ്സ് കിട്ടുക. ലെയർ കട്ടിങ് ഫിനിഷായി. ഇപ്പോൾ നമ്മൾ ഈ കട്ടിങ് എങ്ങനെ നമ്മൾ വെട്ടിട്ടുണ്ട് കാണാൻ ഇപ്പോൾ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പോൾ നല്ല തിക്കാണ് മുടി. അപ്പോൾ നമ്മൾ ഇൻസൈഡ് ചെയ്താലും നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഔട്ട്സൈഡാണ്. സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്തപ്പോൾ ഇത്തിരി മുടി ഇങ്ങനെ ഒരു ചെറിയ ഒരു ഡ്രൈനെസ് ഫീൽ ആവും. അതുകൊണ്ട് ഇവിടെ ഒരു സിറം യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ ഇവിടെ സിറം യൂസ് ചെയ്യുന്നില്ല. ഇതൊരു ഓർഗാനിക് ഓയിലാണ്. ഇത് ഒരു 2 ഡ്രോപ്പ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നല്ല മുടി നല്ല സോഫ്റ്റായിട്ട് നല്ല സിൽക്കി ആയിട്ട് നല്ല ലൈവ്ലി ആയിട്ട് ഫീൽ ആവും. സ്കൈമീൻ ബ്യൂട്ടി ടിപ്സിൽ നാം പരിചയപ്പെട്ടത് ഒരു ലെയർ കട്ടാണ്. ശാന്തി മാം അത് വളരെ നന്നായിട്ട് ചെയ്തിരുന്നു. എല്ലാവർക്കും ഈ സെഗ്മെൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. കരാമ സെൻറ്ററിൽ 4th ഫ്ലോറിൽ 427 ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ബ്യൂട്ടി സെഗ്മെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത സെഗ്മെൻറ്റിൽ വീണ്ടും കാണാം. ഹാപ്പി ലാൻഡ് കിഡ്സ് വേൾഡാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അവർക്ക് കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള റൈഡിൻ്റെ മുമ്പിൽ ഞാൻ അവരെല്ലാം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോകാനുള്ള സമയമായിരിക്കണം, മാറിക്കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പേഴ്സണാലിറ്റീസ്. മിഡിൽ ഈസ്റ്റിൽ സ്ഥാപിതമായ ഇപ്പോൾ ORF എന്നറിയപ്പെടുന്ന ഓഷ്യൻ റബ്ബർ ഫാക്ടറിയുടെ സ്ഥാപകനായ ശ്രീ KM മുനീർ സാറാണ് ഇന്നത്തെ പേഴ്സണാലിറ്റി സെഗ്മെൻറ്റിൽ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. കേരളത്തിലെവിടെയാണ് സാറിൻ്റെ സ്വദേശം? കേരളം മുഴുവൻ എൻ്റെ സ്വന്തം നാട് തന്നെയാണ്. എന്താണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം? കേരളത്തിന് ഒരു സംസ്ഥാനം ആണെങ്കിൽ തന്നെയും അതൊരു ഒരു സിംഗിൾ മെട്രോപൊളിറ്റൻ സിറ്റി പോലെയല്ലേ കേരളം. വളരെയധികം ജനസാന്ദ്രമായ, ചില സ്ഥലങ്ങളിൽ ജനസാന്ദ്രം അല്പം കുറവ് നമ്മൾ വില്ലേജ് എന്ന് വിളിക്കുന്നു, മറ്റുള്ളതിനെ ടൗൺ എന്ന് വിളിക്കുന്നു. പക്ഷേ കേരളത്തിന് ഒറ്റ ഒന്നായി കണക്കാക്കാനായിട്ട് എനിക്കിഷ്ടം. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ വിഭാഗം ആളുകളായിട്ടും എല്ലാവരും എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്താണ് അപ്പോൾ കേരളത്തിന് വിഭജിച്ച് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നുള്ള ആളാണെന്ന് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. സർ, വിദേശത്തേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? അതെനിക്ക് ഒരു 2 സഹോദരന്മാരുള്ളതിൽ ഒരു മൂത്ത സഹോദരൻ, എൻ്റെ ഫാദർ ഒരു NRI ആയിരുന്നു. NRI എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്ന് ഇന്ന് ശ്രീലങ്ക എന്നറിയപ്പെടുന്ന സിലോണിലായിരുന്നു. സിലോണിൽ തുണിക്കട നടത്തുന്ന ആളായിരുന്നു, തുണിക്കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷുകാരെ വലിയ മതിപ്പായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മകൻ ഇംഗ്ലണ്ടിൽ അയച്ച് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മൂത്ത സഹോദരൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടെ നിന്ന് CA ഒക്കെ പാസ്സായ ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ദുബായിൽ വരാനൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ ബോംബെയിൽ ആണ് എന്നുള്ളത് അദ്ദേഹം അറിയാനിടയായി. ജീവിതം അത്ര അങ്ങ് സുഖമല്ല എന്നുള്ള കാര്യവും അദ്ദേഹം കേൾക്കാനിടയായി. അപ്പോൾ അദ്ദേഹം എനിക്കൊരു വിസ അയച്ചു തന്നു. വിസ അയച്ചു തന്നത് അത് അന്നെല്ലാം ഈ പാൻസിൻ്റെ ഈ പോക്കറ്റ് സൈഡിൽ നിന്നായിരുന്നില്ല, മുകളിൽ നിന്നായിരുന്നു. വിസ കിട്ടി. PTA എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അന്ന്, പ്രീപെയ്ഡ് ടിക്കറ്റ് അഡ്വൈസ്. അത് അയച്ചു തന്നു. അതനുസരിച്ച് എനിക്ക് അന്നെല്ലാം കോളറ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു.
അപ്പോൾ അതൊക്കെ എടുത്ത് ഇതെല്ലാം കൂടിയായിട്ട് പോക്കറ്റിൽ വെച്ച് എൻ്റെ താമസ സൗകര്യം ഗാഡ് കൂപ്പറിലായിരുന്നു. ഗാഡ് കൂപ്പറിൽ വരാൻ വേണ്ടി VT സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഫാസ്റ്റ് ട്രെയിൻ കിട്ടാൻ വേണ്ടി ഞാൻ കയറി അപ്പോൾ അതുവരെ എൻ്റെ കൈ പോക്കറ്റിലുണ്ടായിരുന്നു. ആ ചാടി പിടിക്കുന്ന സമയത്ത് കൈ എടുത്തു, സീറ്റ് വന്നപ്പോഴേക്കും സാധനം പോക്കറ്റ് അടിച്ച് പോയി. അങ്ങനെ ചാടി ഞാൻ ഇറങ്ങി, അവിടെയൊക്കെ നോക്കി, പിന്നെ ഇറങ്ങി ട്രാക്കിൽ നോക്കി, സാധനം കിട്ടിയില്ല. പരാതി പറയാൻ വേണ്ടി VT പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ അവർ പണം ആവശ്യപ്പെട്ടു. അപ്പോൾ പണം കൊടുക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ പരാതി രജിസ്റ്റർ ചെയ്യണ്ട എന്ന് പറഞ്ഞ് പോന്നു. പിന്നീട് വേറെ വിസ അയച്ചു തന്നു. അതിങ്ങനെ പോക്കറ്റ് അടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ദുബായിലെത്തി. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. ഒരു ടെക്നിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയാവുന്ന ഒരു കമ്പനിയിൽ സെയിൽസ് ഓഫീസറായിട്ട്, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തു. 11 വർഷം അതേ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവസാനത്തെ ഒരു 4-5 വർഷം അവിടെ ജനറൽ മാനേജറായിരുന്നു. UAE-യിലത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായിരുന്നു അവരുടെ 23 ജനറൽ മാനേജർമാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനറൽ മാനേജർ ഞാനായിരുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റബ്ബർ പ്രോഡക്ട്സ് എന്നുള്ളൊരു ആശയത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? ആദ്യം ചെയ്തത് ചെറിയൊരു ട്രേഡിംഗ് ബിസിനസ് ആയിരുന്നു. പക്ഷേ ട്രേഡിങ്ങിൽ ഞാൻ അത്ര മിടുക്കനല്ലാതെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് മാനുഫാക്ചറിങ്ങിലേക്ക് തിരികെയും. അപ്പോൾ UAE-യിലത്തെ ഏറ്റവും ഒന്നാമത്തെ റബ്ബർ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഓഷ്യൻ റബ്ബർ ഫാക്ടറി 1989 ഓഷ്യൻ റബ്ബർ ഫാക്ടറി സ്ഥാപിതമായത്. വളരെ വലിയ ഒരു ചാലഞ്ചായിരുന്നു. കാരണം ദുബായ് അല്ലെങ്കിൽ UAE എന്നെല്ലാം പറയുമ്പോൾ ഒരു ട്രേഡിംഗ് പ്ലേസ് എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. അപ്പോൾ മാനുഫാക്ചറിങ് എന്നുള്ളതൊരു പുതിയ ഐഡിയ ആണ്. അപ്പോൾ അത് തന്നെ റബ്ബർ എന്ന് പറയുമ്പോൾ റബ്ബർ അവിടെ ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ അതിനുള്ള മെഷീനറീസ് അവിടെ ഇല്ല, സ്പെയർ പാർട്സ് ഇല്ല, സ്കിൽഡ് ലേബർ അവൈലബിൾ അല്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവൈലബിൾ അല്ല. എന്നിട്ടും എന്തിന് റബ്ബർ ഫാക്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ അകത്തൊരു വലിയ ചാലഞ്ചിൻ്റെ പുറകെ പോകുന്നൊരു പ്രകൃതം ഉള്ളതുകൊണ്ടാകാം ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തത്. പുതിയൊരു പുലരിയിലുണരൂ, പുതുമകളടിമുടി അണിയും, വരുന്നിതാ തരംഗമായി എന്നും ഇതുവരെ കാണാത്ത അവതാർ ഗോൾഡൻ ഡയമണ്ട്സ്, പരിശുദ്ധം നിങ്ങളുടെ സ്നേഹം പോലെ. Al Shifa Al Khaliji Medical Center, Clock Tower, Dera, Dubai. Our departments: General Medicine, Internal Medicine, Gynecology, Orthopedics, Dental and Pediatrics. Al Shifa Al Khaliji Medical Center. Call 0429407786. Our website www.alshifaalkhaliji.com. പാനൂർ റെസ്റ്റോറന്റ് 32 വർഷത്തെ അറബി നാടിന്റെ അഭിമാനവും പ്രവാസികളുടെ ഇഷ്ടഭോജനശാലയുമായ പാനൂർ റെസ്റ്റോറന്റ്, എ ഹോം എവേ ഫ്രം ഹോം. പാനൂർ റെസ്റ്റോറന്റ്, അജ്മാൻ, ക്യൂസേസ്, അൽനാദ, ഷാർജ. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Supermarket, department stores. Shop a while, share a smile. ഹാപ്പി ലാൻഡ് ഫൺ ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹാപ്പി ലാൻഡിൽ കുറച്ച് റൈഡൊക്കെ കയറി കഴിഞ്ഞു. ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നോടൊപ്പം തന്നെ കുറച്ച് ആൾക്കാരെ ഞാൻ കിട്ടിയിട്ടുണ്ട് ഫൺ ടൈമിൽ പങ്കെടുക്കാനായിട്ട്. നമുക്ക് ആദ്യം അവരെ പരിചയപ്പെടാം. ഹലോ. ഹലോ. പേര് പറഞ്ഞോളൂ സാർ. ഗോപകുമാർ. എന്ത് ചെയ്യുന്നു? ആട്ടോ ഓടിക്കുന്നു. പേര് പറഞ്ഞോളൂ. സംഗീത് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ആ ഞാൻ ആലോചിക്കട്ടെ എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ പല്ലൊക്കെ ഇവിടെ പോയി ഇളകി പോയി കേട്ടോ, പാവം. പേര് പറഞ്ഞോളൂ. സോനു. എത്രാം ക്ലാസ്സിൽ പഠിക്കുവാ? 4ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? കുലശ്ശേരി സ്കൂൾ. ഓക്കെ. ടെൻഷനുണ്ടോ? ഏയ് ടെൻഷനൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര കൂൾ ബോയ്സ് ആണല്ലേ. ഒരു യോഗ എടുത്തേ. യെസ്. ആ ഓക്കെ, നമുക്ക് അടുത്ത ആൾക്കാരെ പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. ആൻറ്റി. അഞ്ജലി. ഹൗസ് വൈഫാണ്. ഞാൻ സനൽകുമാർ, പെയിന്ററാണ്. സന്ധ്യ, ഹൗസ് വൈഫ്. അപ്പോൾ ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം ഇവരെ കൊണ്ടൊരു പാട്ട് പാടിക്കാം. പാട്ട് പാടാൻ റെഡിയല്ലേ? ആ അതെ റെഡിയാണ്. ആ പാടിക്കോളൂ. ഉത്രാടപ്പോ നിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ
ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പോ നിലാവേ വാ കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ അവർക്കുള്ള പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ വയറിൻ്റെ ഗാനം കേട്ടേ വയങ്ങും പാവന്മാർക്കായി അവർക്കോണ കോടിയുമായി വാ വാ സംഗീത് നമുക്ക് നല്ലൊരു ഗാനം പാടി തന്നിരിക്കുകയാണ്. ആൻഡ് അതിനൊരു സ്പെഷ്യൽ കൈ കൊടുത്തേ പറ്റുള്ളൂ പാട്ട് പാടിയതിന് വേണ്ടിയിട്ട്. ഒന്ന് കൈയടിച്ചേ. ഓക്കെ, അപ്പോൾ ഫൺ ടൈം എന്ന് പറഞ്ഞപ്പോൾ ഇവരും വിചാരിക്കുമായിരുന്നു എന്തായിരിക്കും ഈ ഫൺ ടൈം. നിങ്ങളോട് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കും, അതിനുള്ള ശരി ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട് കേട്ടോ. ചോദ്യം ഇതാണ്: ഒരു ജീവി ജനിച്ച് കഴിയുമ്പോൾ അത് 4 കാലിൽ നടക്കും, കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ അത് 2 കാലിൽ നടക്കും, കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ അത് 3 കാലിൽ നടക്കും. അതേതാണ് ആ ജീവി? സംഗീത് ഇങ്ങനെ ആലോചിക്കുവാണ്. കിട്ടുമോ? അറിയോ സംഗീത് അതേത് ജീവിയാ? ആമ എപ്പോഴും 4 കാലിലല്ലേ നടക്കത്തുള്ളൂ. ആമയാണോ? ഒരു കുസൃതി ചോദ്യമാണ്. ആദ്യം 4 കാലിൽ നടക്കും, അത് കഴിയുമ്പോൾ 2 കാലിൽ നടക്കും, പിന്നെ കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ 3 കാലിൽ നടക്കും. ചേച്ചി ഇവിടെ എന്തോ പറയുന്നുണ്ടായിരുന്നു, പറഞ്ഞോ? എന്താ? മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത് സംഗീത്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. മനുഷ്യനാണ് എങ്ങനെയാന്ന് മനസ്സിലായോ? ജനിച്ച് കഴിയുമ്പോൾ നമ്മൾ 4 കൈയും കാലും ഉപയോഗിച്ചായിരിക്കും നടക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ 2 കാലിൽ നടക്കും. അത് കഴിഞ്ഞ് വയസ്സാവുമ്പോൾ ഒരു വടിയും കൂടെ കുത്തി 3 കാലിൽ നടക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ചേച്ചിയാണ് ശരിക്കും ആൻസർ പറഞ്ഞത്. പക്ഷേ ആ ആൻസർ പറയാനുള്ള ധൈര്യം കുറവായിരുന്നു. സംഗീതാണ് ആ ഒരു ധൈര്യത്തോടു കൂടി കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞത്. അപ്പോൾ സംഗീതനാണ് സമ്മാനം കിട്ടുന്നത്. നമുക്ക് സമ്മാനം കൊടുക്കാം. അപ്പം ഹാപ്പി ലാൻഡിൻ്റെ ഡിസ്കൗണ്ട് കൂപ്പണാണ് ഇവർക്ക് സമ്മാനമായി ലഭിക്കുന്നത്. സംഗീത് പിടിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ ഫൺ ടൈം, ഹാപ്പി ലാൻഡ് ഫൺ ടൈം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ സെഗ്മെൻറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത സെഗ്മെൻറ്റിൽ വീണ്ടും കാണാം. ഹാപ്പി ലാൻഡിലെ വിശേഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അതുപോലെ തന്നെ സെഗ്മെൻറ്റിലെ കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. focus123@gmail.com. അപ്പം ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ചിൽഡ്രൻ ദിസ് ഇസ് പ്രീത പ്രദീപ് സൈനിങ് ഓഫ്. Cake Gallery Focus. This program is sponsored by Happy Land Amusement Park, Thiruvananthapuram. Powered by Fatima, Hypermarket, Supermarket, Department Stores. In association with Avtar Golden Diamonds. പരിശുദ്ധം നിങ്ങളുടെ സ്നേഹം പോലെ. Al Shifa Al Khaliji Medical Center, Clock Tower, Dera, Dubai. സ്വാദേറും ഇഡ്ഡലി ദോശമാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി. Dr. Sunny Healthcare Group, Sharjah, UAE. പാനൂർ റെസ്റ്റോറന്റ്, അജ്മാൻ, ക്യൂസേസ്, അൽനാദ, ഷാർജ.